എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് അറ്റിങ്ങൽ. അപ്പോൾ നമുക്കിതൊരു PSC ക്വസ്റ്റ്യനിലൊന്നതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ്. നമുക്കൊരു DC ഷണ്ട് മോട്ടർ ഞാനിത് സ്റ്റാർട്ടറില്ലാതെ റിയോസ്റ്റാറ്റ് വെച്ച് വയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ തിരിക്കുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കലി നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു DC മോട്ടറിൻ്റെ ഡയറക്ഷൻ തിരിയുന്നതെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അത് ഞാനിപ്പോൾ ഇതൊന്ന് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ആദ്യം കറക്റ്റായിട്ട് വയർ ചെയ്തിട്ടാണ് ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഞാൻ ഓൺ ചെയ്ത് നോക്കി. ഇതേ നമ്മൾ മീറ്റർ കാണുന്നുണ്ടല്ലേ, ഒരു ഡയറക്ഷനിൽ കാണുന്നു. ഇപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് മെയിൻ പൊളാരിറ്റികൾ ഒന്ന് എങ്ങനെ തിരിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ മെയിനിലെ പോസിറ്റീവും നെഗറ്റീവും, അതായത് ഫീൽഡിലോട്ടും ആർമേച്ചറിലോട്ടും പോകുന്ന മെയിൻ പോസിറ്റീവും നെഗറ്റീവും ഞാനൊന്ന് തിരിക്കുകയാണ്. തിരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണിത്. പലരും പോളാരിറ്റി തിരിഞ്ഞാൽ മാത്രം മതി എന്ന് പറയുന്നു. അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ ഈ പൊളാരിറ്റിയൊക്കെ തിരിച്ചു. കണക്ഷൻ ഇത് ടൈറ്റ് ഉണ്ട്, അത് ലൂസ്, അത് ഇത് ടൈറ്റ് ചെയ്യാനത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ സപ്ലൈ ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കാം. ഇതേ കണ്ടോ, ഡയറക്ഷൻ യാതൊരുവിധ ചേഞ്ചും ഇല്ല. പോസിറ്റീവ് നെഗറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെന്ന് പറഞ്ഞ് മോട്ടറിൻ്റെ ഡയറക്ഷൻ തിരിയില്ല എന്നുള്ളത് അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു പൊസിഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ ആ ഫീൽഡ് നേരത്തെ കൊടുത്തിരുന്നത് പോലെ തന്നെ കറക്റ്റായിട്ടങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് നേരെ നോക്കാം. ഫീൽഡല്ല, അവൻ്റെ മെയിൻ കണക്ഷൻ തിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ഫീൽഡിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്കൊന്ന് തിരിച്ചു നോക്കാം. അപ്പോൾ ആ ഫീൽഡ് ഞാനിപ്പോൾ ഒന്ന് തിരിച്ചു നോക്കി, നമുക്ക് തിരിച്ചു നോക്കാം. തിരിച്ചു, ഫീൽഡിൻ്റെ കണക്ഷൻ തിരിച്ചു. ഇനി നമുക്ക് അതൊക്കെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ മോട്ടർ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ദേ കണ്ടോ, ഡയറക്ഷൻ ഇപ്പോൾ ക്ലോക്ക് വൈസിലേക്ക് മാറി അല്ലേ. അപ്പോൾ ഫീൽഡിൻ്റെ പൊളാരിറ്റി തിരിച്ചു. ആർമേച്ചർ പഴയതുപോലെ തന്നെയാണ്, പക്ഷേ മോട്ടറിൻ്റെ ഡയറക്ഷൻ മാറി. ഇനി ഞാൻ ആ ഫീൽഡ് പഴയതുപോലെ കൊടുക്കുന്നു. മോട്ടറിൻ്റെ ആർമേച്ചറിൻ്റെ കണക്ഷൻ പോസിറ്റീവ് നെഗറ്റീവും തിരിക്കുന്നു. A1 A2 വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഞാനിപ്പോൾ ഒന്ന് തിരിക്കുകയാണ്. അങ്ങനെ തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാനത് തിരിച്ച് കണക്ഷൻസ് എല്ലാം പഴയതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വയർ ഊരിപ്പോയത് വേറൊന്നുമില്ല, അത് വോൾട്ട്മീറ്ററിലേക്ക് പോകുന്ന വയറാണ്. A1 A2 വിക്രോസായിട്ട് വോൾട്ട്മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ കണ്ടോ, പഴയതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് വീണ്ടും തിരിഞ്ഞു. അപ്പോൾ അതായത് ഒരു മോട്ടോറിൻ്റെ ഡയറക്ഷൻ തിരിയണമെങ്കിൽ പോളാരിറ്റി തിരിഞ്ഞാൽ പോരാ, പകരം എന്തുകൂടെ വേണം, ഈ ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ ഫീൽഡിലും ആർമേച്ചറിലുള്ള തിരിഞ്ഞാൽ മാത്രമേ മാറുള്ളൂ. അപ്പോൾ വീണ്ടും കാണും വരെ